BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ കോൺഗ്രസ് ആരോപണം തള്ളി CPM പ്രാദേശിക നേതൃത്വം. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അനീഷിനെ സഹായിക്കാൻ ക്യാമ്പ് നടത്തിയത് CPM ആണെന്നും ആലപ്പടമ്പ ലോക്കൽ സെക്രട്ടറി ടി തമ്പാൻ പ്രതികരിച്ചു. കോൺഗ്രസ്സുകാര് തികച്ചും വസ്തുതാപരമല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ നാട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ സാഹോദര്യത്തോടെ സൗഹൃദത്തോടെ പോകുന്നൊരു നാടാണ്. ഈ നാടിനെക്കുറിച്ച് അറിയാത്ത ഏതെങ്കിലും DCC പ്രസിഡന്റ് ആയിരിക്കും ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആലപ്പടമ്പെന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ കക്ഷികളായാലും വളരെ സൗഹൃദത്തിലാണ് പോകുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുമില്ലാതെ ജനങ്ങളെ കാണാൻ കഴിയുന്ന മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നൊരു നാടാണിത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടുകാരനായ ഒരു BLO ശ്രീ അനീഷിൻ്റെ വേർപാടിൽ വലിയ ദുഃഖമാണ് ഈ നാട്ടുകാർക്ക് മുഴുവനുള്ളത്. അയൽവാസികളും നാട്ടുകാരും എല്ലാവരും വലിയ ദുഃഖത്തിലാണുള്ളത്. ആ ഒരു ദുഃഖപൂരിതമായ അന്തരീക്ഷത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊന്നും എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യം. വളരെ വളരെ മോശമായ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്ത് നെറുകേടും വിളിച്ചു പറയാം എന്ന നിലയിലേക്കാണ് കോൺഗ്രസ്സുകാർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടെ നമ്മുടെ BLA ഉണ്ടായിരുന്നു. BLAയുമായി അനീഷ് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് സഹായിക്കണം ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ നമുക്ക് ഈ തൊട്ടടുത്ത പ്രദേശമായ ഏറ്റുകൊടുക്ക വള്ളത്തോൾ സ്മാരക വായനശാലയിൽ ഒരു ക്യാമ്പ് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ ക്യാമ്പ് നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അനീഷ് അത് പ്രതികരിക്കുകയും ഞാൻ അവിടത്തേക്ക് വരാം എന്ന് പറയുകയും എല്ലാം ചെയ്തത് അനീഷിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ BLA നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അവിടെ ഇന്നലെ ഒരു ക്യാമ്പടക്കം സംഘടിപ്പിക്കാൻ മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ കാര്യം ഉയർത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോലും കഴിയുന്നതല്ല. തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഈ ഒരു അപവാദ പ്രചരണം അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. ഈ നാട്ടുകാരും അത് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. കണ്ണൂരിലിരുന്ന് DCC പ്രസിഡന്റിന് വേണമെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയാം. പക്ഷേ ഈ നാട്ടുകാരുടെ വികാരം അതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവരാണ്. ജോർജ് മാഷുടെ കുടുംബവും അവിടുത്തെ മുഴുവൻ ആളുകളെയും ആ രീതിയിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ കഴിയുന്നവരാണ്. അപ്പോൾ ആ ഒരു സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കാൻ രാഷ്ട്രീയ പ്രേരിതമായി ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വിയോഗം മുതലെടുക്കാൻ വേണ്ടി വരുന്നവരെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുന്നതല്ല. ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. ഒരു ഭീഷണി ഉണ്ടായതായും നമ്മുടെയൊന്നും മുമ്പിലേക്ക് ഇതേവരെ വന്നിട്ടില്ല. ഏത് ക്ലിപ്പാണ് വിടാൻ വേണ്ടി പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. ഈ BLO ആയിട്ടുള്ള അനീഷിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഞങ്ങളുടെ BLA മുമ്പോട്ടേക്ക് വന്നത്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഒരു ക്യാമ്പടക്കം സംഘടിപ്പിച്ചത്. ഒരു ഭീഷണിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർത്ത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. പേര് തമ്പ ടി തമ്പ. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണമാണ് നമ്മൾ കണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിരുന്നത്. ഇതിൽ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ കയ്യിലുണ്ട് എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പ്രാദേശിക നേതൃത്വം ഇതെല്ലാം തള്ളിക്കളയുകയാണ്. അനീഷിന് ഒരു തരത്തിലുമുള്ള ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദം ഒരു കാരണമായിരുന്നു എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണം. അതിൽ കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള വൈശാഖ് അനീഷ് ജോർജിനൊപ്പം ഈ പ്രദേശത്ത് വീടുകൾ കയറിയിരുന്നു. അതോടൊപ്പം തന്നെ CPMന്റെ ബൂത്ത് ലെവൽ ഏജന്റിന്റെ കൂടെയും വീട് കയറിയിരുന്നു. അത് പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അത്തരത്തിൽ BLAമാർ ഈ വീടുകൾ കയറുമ്പോൾ സഹായിക്കുന്നതാണ് BLOമാരെ. അത്തരത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികളിൽ കയറിയിരുന്നു. അതിൽ കോൺഗ്രസിന്റെ BLAക്കൊപ്പം വീട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CPMന്റെ പ്രാദേശിക നേതാക്കൾ
അനീഷ് ജോർജിനെ വ്യക്തമാണ് അരുൺ. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. ബിജെപിയുടെ യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള പ്രസന്നനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. വലിയ ചെത്ത് കല്ലെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ കാലിന് മേലിട്ട് ഇന്നും അദ്ദേഹത്തിന് നടക്കാൻ വലിയ പ്രയാസത്തോടു കൂടിയാണ് ഇന്ന് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. ഈ മേഖലയിലെ ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ BLOമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ അടിയന്തരമായി ഇടപെടണം. BLOമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ജില്ലാ കലക്ടർ അതിനു വേണ്ടുന്ന നേതൃപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. നോക്കൂ, ഇവിടെ മരണപ്പെട്ട അനീഷ് ജോർജിന്റെ ഫോൺ പരിശോധിക്കണം. അനീഷ് ജോർജിന്റെ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാവണം. അങ്ങനെ വിധേയമാക്കിയെങ്കിൽ ഇവിടെ ഈ തെളിവുകളെല്ലാം പുറത്തു വരും. അങ്ങനെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടത് പോലീസാണ്. പെരിങ്ങോം ഭാഗത്തുള്ള പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CPMന് അടിമപ്പണി ചെയ്യുന്ന പോലീസാണ്. കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ RSSന്റെ സാംഘിക് നടത്താൻ പോലും അനുവദിക്കാതെ ഞങ്ങളുടെ കൈവശം വെക്കുന്ന സ്ഥലത്ത്, BJPക്കാർ RSSകാർ കൈവശം വെക്കുന്ന സ്ഥലത്ത് അവിടെ പോലും സാംഘിക് നടത്താൻ ഇവിടുത്തെ പോലീസ് അധികാരികൾ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഈ പെരിങ്ങോം ഭാഗത്ത്. CPMന്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന പോലീസുകാർ, ആ പോലീസിന്റെ ഭാഗത്ത് പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് CPM പ്രാദേശിക നേതൃത്വം ഇപ്പോൾ.